ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു വിന്യൂസ് കിച്ചൺ. ഇന്നത്തെ വീഡിയോ നമുക്ക് എങ്ങനെ വീട്ടിൽ തവയിൽ പിസ്സ ഉണ്ടാക്കാമെന്നുള്ളതാണ്. എളുപ്പത്തിൽ നമുക്ക് സിമ്പിളായിട്ട് നമുക്ക് തവയിൽ നല്ല ജ്യൂസിയും ടേസ്റ്റിയുമായിട്ടുള്ള പിസ്സ നമുക്ക് വീട്ടിലുണ്ടാക്കിയെടുക്കാൻ പറ്റും. അപ്പോൾ അതെങ്ങനെയാണ് ചെയ്യണതെന്ന് നമുക്ക് ഈ വീഡിയോയിലൂടെ നോക്കാം. വീഡിയോയിലേക്ക് പോകുന്നതിന് മുന്നേയായിട്ട് എൻ്റെ ചാനലിൽ പുതിയതായി കാണാവുന്ന ആരെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക. അതിൻ്റെ സൈഡിലൊരു ബെല്ലൈക്കൺ ഉണ്ടാവും, അത് ക്ലിക്ക് ചെയ്ത് നിങ്ങൾ ഓളും കൂടി കൊടുത്തേക്കുക. നമുക്കപ്പോൾ വീഡിയോയിലേക്ക് പോകാം. ഇതിന് വേണ്ടിയിട്ട് ഫസ്റ്റ് നമുക്ക് മാവ് കുഴയ്ക്കുകയാണ് ചെയ്യേണ്ടത്. മൈദ മാവാണ് നമ്മൾ എടുക്കാറ് പിസ്സയ്ക്ക് വേണ്ടിയിട്ട്. അപ്പം ഫസ്റ്റ് നമ്മൾ പിസ്സ കുഴയ്ക്കുന്നതിന് വേണ്ടിയിട്ടുള്ള വെള്ളം റെഡിയാക്കണം. അപ്പോൾ ഇവിടെ നമുക്ക് വാം വാട്ടറാണ് വേണ്ടത്. എന്ന് പറഞ്ഞാൽ വാട്ടുവെള്ളം എന്ന് പറയുന്നത് ലൂക്ക് വാം വാട്ടറാണ് വേണ്ടത്. ചെറിയൊരു വാട്ടുവെള്ളം അല്ലാന്നുണ്ടെങ്കിൽ അതേ ചൂടിന് അളവിനുള്ള പാല് ഏതാണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് എടുക്കാം. ഒന്നീ വെള്ളം അല്ലെങ്കിൽ പാല് ഏതാണെന്ന് വെച്ചാൽ എടുക്കാം. അപ്പോൾ ഇവിടെ ഞാൻ എടുക്കുന്നത് പാലാണ്. ഇവിടെ ഒരു 1/2 കപ്പ് ചെറിയ ചൂടിലുള്ള പാലാണ് ഞാനിവിടെ എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇതിലേക്ക് നമുക്ക് ഈസ്റ്റ് ഒന്ന് ഫെർമെൻറ്റ് ചെയ്യാൻ വേണ്ടി വെക്കണം. ഇതിലേക്ക് ഞാൻ 1 ടീസ്പൂൺ ഈസ്റ്റാണ് എടുത്തിട്ടുള്ളത്. നിങ്ങൾ ഇൻസ്റ്റൻറ്റ് ഈസ്റ്റാണ് എടുക്കുന്നതെന്നുണ്ടെങ്കിൽ ഡയറക്റ്റ് നിങ്ങൾക്ക് യൂസ് ചെയ്യാം. ഞാനിത് സാധാ ഈസ്റ്റാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ അതുകൊണ്ട് ഞാനൊരു 10 മിനിറ്റ് ഇതൊന്ന് ഫെർമെൻറ്റ് ചെയ്യാൻ വെക്കുവാണ്. ഇതിലേക്ക് ഞാൻ വീണ്ടും ഒരു ടേബിൾ സ്പൂൺ ഷുഗറും കൂടെ ആഡ് ചെയ്തിട്ടുണ്ട്. ഒരു 10 മിനിറ്റ് നമ്മൾ ഒരു കപ്പിനകത്ത് മിൽക്കും ഇതെല്ലാം കൂടി ആഡ് ചെയ്തൊന്ന് മാറ്റി വയ്ക്കുക. ഈസ്റ്റ് ഫെർമെൻറ്റ് ചെയ്യാൻ വെച്ച ആ ഒരു ഗ്യാപ്പിൽ ഞാൻ പിസ്സയ്ക്ക് വേണ്ടിയിട്ടുള്ള വെജിറ്റബിൾസ് എല്ലാം കട്ട് ചെയ്തെടുക്കുകയാണ് കേട്ടോ. അപ്പോൾ ഞാനിവിടെ എടുക്കുന്ന മഷ്റൂം, പിന്നെ ക്യാപ്സിക്കം, ടൊമാറ്റോ, അതൊക്കെയാണ് ഞാനിവിടെ എടുക്കുന്നത്. കണ്ടോ, ഈ ഒരു സൈസിൽ വേണം നമ്മൾ മഷ്റൂം ആയാലും ക്യാപ്സിക്കം ആയാലും കട്ട് ചെയ്ത് എടുക്കേണ്ടത്. നമുക്ക് ഇപ്പം ഒലിവ്സ് ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് എടുക്കാം. പിന്നെ ടൊമാറ്റോ അല്ലാന്നുണ്ടെങ്കിൽ ക്യാപ്സിക്കം, പിന്നെ അതേപോലെ തന്നെ പൈനാപ്പിൾ ആഡ് ചെയ്യാം. പിന്നെ ഓണിയൻ ഉണ്ടെങ്കിൽ ആഡ് ചെയ്യാം. അതൊക്കെ നിങ്ങൾക്ക് പിസ്സയിൽ ആഡ് ചെയ്യാം കേട്ടോ. വെജിറ്റബിൾസ് നിങ്ങൾക്ക് ഇഷ്ടമുള്ള വെജിറ്റബിൾസ് എടുക്കാം കേട്ടോ. അപ്പോൾ ഇതെല്ലാം കൂടി ഞാൻ വെജിറ്റബിൾസ് എല്ലാം കൂടി കുറച്ച് ഉപ്പ്, ഒരുപാട് ഉപ്പൊന്നും എടുത്തില്ല, ഇച്ചിരി ഉപ്പും കൂടെ ഇട്ട് ഒന്ന് നമുക്ക് വേണമെങ്കിൽ മാറ്റി വയ്ക്കാം. ജസ്റ്റ് കുറച്ച് ഉപ്പും കൂടെ ഇട്ടൊന്ന് ഫ്രിഡ്ജിലോട്ട് നമുക്ക് വെച്ച ശേഷം പിസ്സ ഉണ്ടാക്കുന്ന ടൈമിൽ നമുക്ക് എടുത്ത് റെഡിയാക്കി എടുക്കാൻ പറ്റും. അപ്പോൾ ആ ഉപ്പ് അതിൽ ആ ഒരു വെജിറ്റബിൾസിൽ പിടിച്ചിട്ടും ഉണ്ടാവേ. അപ്പോൾ ഞാൻ വെജിറ്റബിൾസ് എല്ലാം കട്ട് ചെയ്ത് മാറ്റി വെച്ചായിരുന്നു പിസ്സയ്ക്ക് വേണ്ടിയിട്ടുള്ളത്. ഈ സ്റ്റെപ്പ് ഞാൻ ഫെർമെൻറ്റ് ചെയ്യാൻ വെച്ചിരുന്ന എല്ലാം റെഡിയായി വന്നിട്ടുണ്ട്. ഞാൻ മാവപ്പോൾ കുഴയ്ക്കുവാണ് കേട്ടോ. ഈ മാവെന്ന് പറയുന്നത് 1/2 കപ്പ് മൈദമാവാണ് ഞാനിവിടെ എടുത്തിട്ടുള്ളത്. ഇതിലേക്ക് ആവശ്യത്തിന് സോൾട്ട് ആഡ് ചെയ്ത് കൊടുക്കുകയാണേ. ഞാനിവിടെ 1/2 ടീസ്പൂണിന് വേണ്ടിയിട്ടാണ് സോൾട്ട് ആഡ് ചെയ്തിട്ടുള്ളത്. 1 ടീസ്പൂൺ ഓയിലും കൂടി ആഡ് ചെയ്തിട്ടുണ്ട്. നന്നായിട്ട് നല്ല സോഫ്റ്റായിട്ട് വരത്തക്ക രീതിയിൽ കുഴച്ചെടുക്കുക. നമ്മൾ ആ വെള്ളം അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ പാൽ ഏതാണെന്ന് വെച്ചാൽ ആഡ് ചെയ്യുമ്പോഴത്തേക്കും തന്നെ നല്ല സോഫ്റ്റായിട്ട് വന്നോളൂ ആ മാവ്. കണ്ടോ, നമ്മൾ പിസ്സയ്ക്ക് വേണ്ടിയിട്ടുള്ള മാവ് കുഴച്ചെടുക്കുമ്പോൾ നിങ്ങൾ വെള്ളമല്ല മിൽക്ക് ഏതാണെന്ന് വെച്ചാൽ നിങ്ങൾ എടുക്കുന്നത് അത് കുറേശ്ശെ ആഡ് ചെയ്ത് വേണം കുഴച്ചെടുക്കാനായിട്ട്. അപ്പം ഞാൻ 1/2 കപ്പ് പാലെടുത്തതിൽ ഇതാ എനിക്ക് ഒരു ടേബിൾ സ്പൂണിന് വേണ്ടിയിട്ട് മിൽക്ക് അധികം വന്നു. അപ്പം നിങ്ങൾ എടുക്കുമ്പോഴത്തേക്കും 1/2 കപ്പ് എടുക്കുമ്പോൾ അതിൽ ഒരു ടേബിൾ സ്പൂൺ കുറച്ചെടുത്താലും മതി. കുഴച്ച് വെച്ചത് ഞാനപ്പോൾ ഇതേപോലെ ഒരു തുണി വെച്ചിട്ട് കവർ ചെയ്ത് വെക്കുകയാണ്. എന്തെങ്കിലും ലിഡ് വെച്ചോ തുണി വെച്ചോ ഒന്ന് നന്നായിട്ട് കവർ ചെയ്ത് മതി കേട്ടോ. എന്നിട്ട് ഇത് 3 to 4 hours നമ്മൾ ഒന്ന് നന്നായിട്ട് ഡബിളായി സൈസായി വരാൻ വേണ്ടിയിട്ട് ഒന്ന് മാറ്റി വയ്ക്കുക. ഇപ്പം നല്ല തണുപ്പുള്ള സ്ഥലങ്ങളൊക്കെ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഒരു 4 to 5 hours എടുക്കും കേട്ടോ. നല്ല ഇതായിട്ട് കിട്ടാൻ വേണ്ടിയിട്ട് ആ മാവ് നല്ല സോഫ്റ്റായി വരാൻ വേണ്ടിയിട്ട്. നല്ല ചൂടുള്ള സ്ഥലങ്ങളാണെങ്കിൽ ഒരു 3-4 മണിക്കൂറിനകം മതിയാവും. ഇപ്പം ഞാൻ നമ്മളെ പിസ്സയ്ക്ക് വേണ്ടിയിട്ടുള്ള മാവ് മാറ്റി വെച്ചിട്ട് ഏകദേശം ഒരു 3.5 മണിക്കൂറോളം ആയിട്ടുണ്ടായിരുന്നു. അപ്പം അതൊന്ന് റെഡിയാക്കുന്നതിന് മുന്നേ നമുക്കിതിലേക്ക് വേണ്ടിയിട്ടുള്ള ചിക്കൻ റെഡിയാക്കി എടുക്കണം. അപ്പോൾ ചിക്കൻ ഞാനിവിടെ ബോൺലെസ് ചിക്കനാണ് എടുത്തിട്ടുള്ളത്. ഒട്ടും എല്ലൊന്നും ഇല്ലാണ്ട് നന്നായിട്ട് ക്ലീൻ ചെയ്ത് കഴുകി വൃത്തിയാക്കി നല്ല കുഞ്ഞു കുഞ്ഞു പീസസായിട്ട് എടുത്തിട്ടുള്ളതാണ്. ഇതിലേക്ക് ആവശ്യത്തിന് സോൾട്ട് ഞാൻ ആഡ് ചെയ്യുവാണ്. ഇതിലേക്ക് ഞാൻ 1/2 ടീസ്പൂൺ
ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ആഡ് ചെയ്യുക. 1/4 ടീസ്പൂൺ പെപ്പർ പൗഡറും കൂടെ ആഡ് ചെയ്യുവാണ്. ഇതിലേക്ക് ഞാൻ വേറെ ഒന്നും ആഡ് ചെയ്യുന്നില്ല, ചില്ലി പൗഡറോ ഒന്നും ആഡ് ചെയ്യുന്നില്ല. കാരണം ആ പെപ്പർ ആഡ് ചെയ്തിട്ടുള്ളതുകൊണ്ട് അത് മതിയാവും അതിന് കറക്റ്റ് എരിവിന്. നിങ്ങൾക്ക് ചില്ലി പൗഡറൊക്കെ ആഡ് ചെയ്യുന്നുള്ളവർ വേണമെന്നുണ്ടെങ്കിൽ ചില്ലി പൗഡർ ആഡ് ചെയ്ത് കൊടുക്കുക. പെപ്പറിന് ആ ഒരു ക്വാണ്ടിറ്റി കുറച്ചിട്ടേ. പക്ഷേ സാധാരണ നമുക്ക് ഇവിടെ കിട്ടുന്ന പിസ്സയിലൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ ചില്ലി പൗഡറൊന്നും ആഡ് ചെയ്യത്തില്ല. ജസ്റ്റ് ഇതാ ഈ ഒരു പെപ്പർ നമ്മൾ ആഡ് ചെയ്യുമ്പോൾ ആ ഒരു വൈറ്റ് കളറിൽ നമുക്ക് ഫ്രൈ ആയി കിട്ടത്തില്ല. ആ ഒരു രീതിക്കാണ് നമുക്ക് ഇവിടേക്ക് പിസ്സയിൽ ആ ഒരു ചിക്കൻ കിട്ടുന്നത് കേട്ടോ. നന്നായിട്ട് വെന്തിട്ടുണ്ടാവും, വേറെ പ്രത്യേകിച്ച് ഡിഫറൻസ് ഒന്നും വരത്തില്ല. കാര്യം നമ്മൾ പെപ്പർ ആഡ് ചെയ്തിട്ടുള്ളത് കൊണ്ട് തന്നെ അത്യാവശ്യം എരിവും ഒക്കെ ഉണ്ടാവും. ഇതേപോലെ ഒന്ന് നന്നായിട്ട് ഓയിൽ ഒഴിച്ച് ഫ്രൈ ചെയ്തെടുക്കുക. പെട്ടെന്ന് വെന്ത് കിട്ടും കേട്ടോ, ചെറിയ ചെറിയ പീസസ് ആയതുകൊണ്ട് നമുക്ക് പെട്ടെന്ന് ഫ്രൈ ചെയ്ത് എടുക്കാൻ പറ്റും ഇത്. ഇനി പിസ്സയുടെ മാവ് നമുക്ക് തവയിലോട്ട് ആഡ് ചെയ്യുന്നതിന് മുന്നേ ആയിട്ട് നമ്മൾ എടുക്കുന്ന തവയിൽ ഇതേപോലെ ഒന്ന് ഓയിൽ നന്നായിട്ട് പുരട്ടി കൊടുക്കുക. ഇതിപ്പോൾ 10 ഇഞ്ചിൻ്റെ തവയാണ് ഞാനിവിടെ എടുത്തിട്ടുള്ളത്. അപ്പോൾ പിസ്സയുടെ മാവ് ഇതായിപ്പോടെ ഒരു 4 മണിക്കൂറോളം ആയിട്ടുണ്ട്. നമ്മൾ മാറ്റി വെച്ചിട്ട് കണ്ടോ, നല്ല ഡബിൾ സൈസായിട്ട് വന്നിട്ടുണ്ട്. തൊടുമ്പോൾ തന്നെ അറിയാം ഭയങ്കര സോഫ്റ്റാണ് കേട്ടോ. നമ്മൾ ആ ഈസ്റ്റൊക്കെ ആഡ് ചെയ്തിട്ടുള്ളത് കൊണ്ട് തന്നെ നല്ല സോഫ്റ്റാണ്. അപ്പോൾ ആ മാവ് ഒന്ന് ഇതേപോലെ ഒന്ന് വീണ്ടും ഒന്ന് കുഴച്ചെടുക്കുക. പെട്ടെന്ന് ചെയ്തെടുക്കാൻ പറ്റും കേട്ടോ, നമുക്ക് വലിയ പണിയൊന്നുമില്ല. ജസ്റ്റ് മാവ് കുഴച്ച് വെക്കുന്നതും ആ ഒരു ചിക്കനൊക്കെ നമ്മൾ ഫ്രൈ ചെയ്തെടുക്കാനും വളരെ എളുപ്പത്തിന് ചെയ്യാൻ പറ്റും. ഒന്ന് ജസ്റ്റ് നന്നായിട്ടൊന്ന് നല്ലോണം കുഴച്ചതിന് ശേഷം നമുക്ക് ഈ മാവ് തവയിലോട്ട് ആഡ് ചെയ്ത് ആ പിസ്സയുടെ ആ ഒരു ഫോമിൽ നമുക്ക് ഷേപ്പ് ചെയ്തെടുക്കാമേ. മാവ് ഇപ്പോൾ ഞാൻ നന്നായിട്ട് കുഴച്ചെടുത്തു. ഇതേപോലെ നന്നായിട്ടൊന്ന് ആ തവയിലൊന്ന് സ്റ്റഫ് ചെയ്ത് വെക്കുക. മൈദ പൊടി ആയതുകൊണ്ട് നന്നായിട്ട് വലിഞ്ഞു വരും. അപ്പോൾ നിങ്ങൾ നന്നായിട്ട് തന്നെ ഇതിനൊന്ന് ആ തവയിൽ സ്റ്റഫ് ചെയ്ത് മാക്സിമം നല്ലോണം വെക്കുക. നന്നായിട്ട് പ്രസ് ചെയ്ത് ഇതേപോലെ ഒന്ന് വെച്ച് കൊടുക്കുക കേട്ടോ. മാവ് അങ്ങനെ പൊട്ടി പോകത്തൊന്നുമില്ല കേട്ടോ. നമുക്ക് നല്ലോണം തന്നെ ഇതേപോലെ നമുക്ക് പരത്തി എടുക്കാൻ പറ്റും, നല്ല സോഫ്റ്റായിട്ട്. വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് ലേശം കയ്യിൽ എണ്ണ പുരട്ടുവാണെങ്കിൽ കുറച്ചുകൂടെ നമുക്ക് നന്നായിട്ട് ഇതേപോലെ നമുക്ക് തവയിൽ പ്രസ് ചെയ്ത് എടുക്കാൻ പറ്റും. അപ്പോൾ ഞാൻ നല്ല പ്രസ് ചെയ്തൊക്കെ എടുത്തു. പിസ്സയുടെ ആ ഒരു ഷേപ്പിന് തന്നെ മാവെല്ലാം ഞാൻ നന്നായിട്ട് പരത്തി എടുത്തിട്ടുണ്ട്. ഇനി ഞാൻ നമ്മുടെ ഗ്യാസ് സ്റ്റൗവിൽ വലിയ ഗ്യാസിലാണ് ഞാൻ വെച്ചിട്ടുള്ളത് കേട്ടോ. ഇതൊന്ന് ഇതേപോലെ ക്ലോസ് ചെയ്ത് ഒരു 5 മിനിറ്റ് ലോ ഫ്ലെയിമിലിട്ടൊന്ന് കുക്ക് ചെയ്തെടുക്കുക. അപ്പോൾ ഇതേപോലെ ഹോൾസൊക്കെ നമ്മൾ വെക്കുന്ന ആ അടപ്പിലുണ്ടെന്നുണ്ടെങ്കിൽ ഇതൊന്ന് ടൂത്ത് പിക്കോ എന്തെങ്കിലും വെച്ചിട്ട് ഇതേപോലെ ഒന്ന് ക്ലോസ് ചെയ്തേക്കാം. 5 മിനിറ്റ് അതിൽ കൂടുതൽ വേണ്ട. ഇപ്പോൾ 5 മിനിറ്റ് കഴിഞ്ഞു. ഞാനപ്പോൾ ജസ്റ്റ് ഒന്ന് ഇതൊന്ന് മറിച്ചിടുവാണേ. അപ്പോൾ ഇതിലേക്ക് ഞാൻ പിസ്സയുടെ സോസ് ആഡ് ചെയ്യുവാണ്. അപ്പോൾ അതിന് മുന്നേ ആയിട്ട് നമ്മൾ ഇതിലേക്ക് ഫോർക്ക് വെച്ചിട്ട് വേണം ഇതേപോലെ ചെറിയ ചെറിയ ഹോൾസ് ചുറ്റിനും ഇട്ട് കൊടുക്കണം കേട്ടോ. കാര്യം നമ്മൾ അതിൻ്റെ അകത്തുള്ള മാവ് നന്നായിട്ട് വെന്ത് കിട്ടാനാണ്. ഞാനത് വിട്ടുപോയതാ. ചുറ്റിനും ഇതേപോലെ ഒന്ന് ഹോൾസ് ഇട്ട് കൊടുത്തതിന് ശേഷം പിസ്സ സോസ് ഇതേപോലെ ഒന്ന് പിസ്സയിൽ ആഡ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ഇതിൻ്റെ പുറത്തായിട്ട് നമ്മൾ നേരത്തെ ഫ്രൈ ചെയ്ത് വെച്ചിരുന്ന ചിക്കനില്ലേ, അത് ഞാൻ ആഡ് ചെയ്ത് കൊടുക്കുവാണ്. പിസ്സ സോസിൻ്റെ വീഡിയോ ഞാൻ ഇടുന്നതായിരിക്കും. നമുക്ക് സിമ്പിളായിട്ട് നമുക്കത് വീട്ടിൽ ചെയ്തെടുക്കാവുന്നതേ ഉള്ളൂ. ഇനി ഇതിലേക്ക് ഞാൻ മഷ്റൂമാണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത് കേട്ടോ. മഷ്റൂം പിന്നെ ക്യാപ്സിക്കം ചെറുതായിട്ട് അരിഞ്ഞ് വെച്ചിരുന്നത്, യെല്ലോ ക്യാപ്സിക്കം ആണ് കേട്ടോ ഇത്. യെല്ലോ ക്യാപ്സിക്കം അതും ചെറുതായിട്ട് ഇതേപോലെ നല്ല നൈസായിട്ട് വെച്ചിരുന്നതാണ്, അത് ആഡ് ചെയ്യുക. പിന്നെ ഇതിലേക്ക് കുറച്ച് ബ്ലാക്ക് ഒലിവ്സും കൂടെ ആഡ് ചെയ്യുവാണ്. ബ്ലാക്ക് ഒലിവ്സ് വേണമെന്നൊന്നുമില്ല, നമ്മൾ പൈനാപ്പിളൊക്കെ ആഡ് ചെയ്യുകയാണെങ്കിൽ അതായാലും മതി. പിന്നെ ഓണിയൻ ആഡ് ചെയ്യാം നമുക്ക്. ഇതിലേക്ക് കുറച്ച് ടൊമാറ്റോ കട്ട് ചെയ്ത് വെച്ചിരുന്നത് ആഡ് ചെയ്യുകയാണ്. ഒരുപാട് ക്വാണ്ടിറ്റി ഒന്നും വേണ്ട, നമുക്ക് എത്ര മാവാണ് നമ്മൾ എടുക്കുന്നത് ആ ഒരു ക്വാണ്ടിറ്റി എത്ര ആണ് എടുക്കുന്നതെന്നുള്ള അത് നോക്കിയിട്ട് വേണം നമ്മളതിന് വേണ്ടിയിട്ടുള്ള വെജിറ്റബിൾസ് കട്ട് ചെയ്യാൻ.
നിങ്ങൾക്ക് ഈ ഒരു സൈസ് കാണുമ്പോൾ മനസ്സിലാവുമല്ലോ എത്ര സൈസിലായിരിക്കും നമുക്ക് ആ ഒരു പിസ്സ കിട്ടുകയെന്ന്. ഇനി ഇതിലേക്ക് വേണ്ടത് മോസറല്ല ചീസാണ്. അപ്പം ഞാൻ അതും ഇതേപോലെ ഒന്ന് പിസ്സയുടെ മുകളിലായിട്ട് ആഡ് ചെയ്ത് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുകയാണ്. നമ്മൾ നല്ല ക്വാണ്ടിറ്റിക്ക് തന്നെ ചീസ് ആഡ് ചെയ്ത് കൊടുക്കുക പിസ്സയിൽ. എന്നാൽ മാത്രമേ നമ്മൾ അത് നന്നായിട്ട് കുക്കായി കട്ട് ചെയ്യുന്ന ടൈമിൽ നല്ലൊരു വലിച്ചിലും നമുക്ക് ആ ഒരു പിസ്സയ്ക്ക് കിട്ടത്തുള്ളൂ. അതിൽ നല്ല ടേസ്റ്റും ആയിരിക്കും നമ്മൾ ഒരുപാട് ചീസ് ആഡ് ചെയ്യുവാണെങ്കിൽ. ഞാനപ്പോൾ ഇനി ഒന്ന് ലിഡ് വെച്ചിട്ട് ഇത് ക്ലോസ് ചെയ്ത് വെക്കുവാണ്. വീണ്ടും ലോ ഫ്ലെയിമിൽ ഞാനൊരു 20 മിനിറ്റ് ഇതൊന്ന് കുക്ക് ചെയ്തെടുക്കുവാണേ. ഇതേപോലെ ലിഡിൽ ഹോൾസ് ഒക്കെ ഉണ്ടെങ്കിൽ ഒന്ന് നന്നായിട്ട് ക്ലോസ് ചെയ്ത് ഇതേപോലെ ഒരു 20 മിനിറ്റിൽ ലോ ഫ്ലെയിമിൽ തന്നെ കുക്ക് ചെയ്തെടുക്കുക. നമ്മൾ പിസ്സയിൽ ആഡ് ചെയ്തിട്ടുള്ള ആ ഒരു മൊസറല്ല ചീസ് എല്ലാം തന്നെ നന്നായിട്ട് മെൽറ്റായി വരുന്നുണ്ട്. കണ്ടോ, അത് ആ ഒരു ഇതിൽ നിന്ന് കാണുമ്പോൾ തന്നെ മനസ്സിലാവും. അത് ഇതേപോലെ ജസ്റ്റ് ഒന്നൊരു ചൂടടിക്കുമ്പോഴത്തേക്കും മെൽറ്റായി അത് നല്ല നമ്മൾ ആ പിസ്സയിൽ ഒന്ന് നല്ലൊരു വലിച്ചിൽ മാതിരി ആവും ആ ചീസ്. പിസ്സ അപ്പം നമ്മൾ ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ഒരു 20 മിനിറ്റ് കഴിഞ്ഞായിരുന്നു. കണ്ടോ, ഞാനപ്പോൾ അതിൻ്റെ ലിഡൊന്ന് ഓപ്പൺ ചെയ്യുകയാണ്. കേട്ടോ, ഈ ഒരു ഫോമിലാണ് എനിക്ക് കിട്ടിയിട്ടുള്ളത്. അപ്പം ഞാൻ തവയിൽ നിന്ന് പിസ്സ വേറൊരു പ്ലേറ്റിലോട്ട് മാറ്റുക. എന്ത് കളർഫുള്ളായിട്ടിരിക്കുന്നു അല്ലേ പിസ്സ. അപ്പം നിങ്ങൾക്ക് ഇതൊന്ന് പിസ്സ കട്ടർ വെച്ചിട്ടോ അല്ലാന്നുണ്ടെങ്കിൽ നൈഫ് വെച്ചിട്ടോ ഇതേപോലെ ഒന്ന് കട്ട് ചെയ്തെടുക്കാം. നല്ല ജ്യൂസി ആയിട്ടുള്ള ഒരു പിസ്സ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ശരിക്കും നമ്മൾ ഓവനിൽ ബേക്ക് ചെയ്ത് എടുക്കുന്നതിനെക്കാട്ടിയും നല്ല ജ്യൂസിയാണ് കേട്ടോ ഈ തവ പിസ്സ എന്ന് പറയുന്നത്. നല്ല ടേസ്റ്റുമാണ്. ശരിക്കും എനിക്ക് ബേക്ക് ചെയ്ത് എടുക്കുന്നതിനെക്കാട്ടി എനിക്കിതാണ് ഇഷ്ടപ്പെട്ടത്. തവ പിസ്സയാണ് എനിക്ക് ഇഷ്ടപ്പെട്ടത്. അത്രത്തോളം ടേസ്റ്റുമാണ്, അത്രത്തോളം ജ്യൂസിയാണ്. ആ ഒരു വെജിറ്റബിൾസിൻ്റെയൊക്കെ ജ്യൂസ് എന്ന് പറഞ്ഞാൽ ഭയങ്കര ടേസ്റ്റാണ്. നിങ്ങൾ ചെയ്ത് നോക്കുമ്പോൾ അത് മനസ്സിലാവും. പിസ്സ സോസിൻ്റെ വീഡിയോ ഞാൻ ഉടൻ തന്നെ ഇടുന്നതായിരിക്കും. അതുപോലെ തന്നെ മൊസറല്ല ചീസ് എങ്ങനെ നമുക്ക് വീട്ടിൽ ഉണ്ടാക്കി എടുക്കാമെന്നുള്ളതും സിമ്പിളായിട്ട് തന്നെ നമുക്ക് നമ്മുടെ നാട്ടിലും മിൽക്ക് വെച്ചിട്ട് തന്നെ നമുക്കിത് സിമ്പിളായിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. പിന്നെ അതിന് മെനക്കെടാൻ വയ്യാത്തവരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഷോപ്പിൽ നിന്ന് വാങ്ങിയാൽ മതി. ഹൈപ്പർ മാർക്കറ്റിലും അതേപോലെ തന്നെ ഇപ്പം നമ്മുടെ സാധാ സൂപ്പർ മാർക്കറ്റിലും എല്ലാം മൊസറല്ല ചീസ് വാങ്ങാൻ കിട്ടും. അപ്പം നിങ്ങളും തവ പിസ്സ ഇനി വീട്ടിലൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്ത് നോക്കിയതിന് ശേഷമുള്ള കമൻറ്റ് താഴെ ആഡ് ചെയ്തേക്കുക. സോ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. സോ താങ്ക്സ് ഫോർ വാച്ചിങ്.